ഹലോ, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് സൺഡേ ഒക്കെ ആയ കാരണം ഞാൻ കട്ടിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കട്ടിപ്പത്തിരി ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ച് കട്ടിക്ക്, അതായത് നൈസ് പത്തിരിൻ്റെ പോലെ അല്ലാണ്ട് കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കുന്നതിനാണ് കട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. ഞാൻ ഇതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയും പിന്നെ ഇതൊന്ന് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് പത്തിരിക്ക്. അപ്പോൾ പത്തിരി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പിന്നെ ഇറച്ചിക്കറികളുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മളവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അധികം ആൾക്കാരും ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പത്തിരി കഴിക്കാൻ, മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനുള്ള റീസൺ ഒന്നാമത്തേത് ഇവിടെ കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്സ് നല്ല വരട്ടിയതും ഈ പത്തിരിയും കൂടി കഴിക്കാനുള്ള തീരുമാനത്തിലാണ് പത്തിരി ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ പത്തിരി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ കാണിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കൊളായി. ഇത് ഞാൻ വീണ്ടും പരുത്തട്ടോ. അപ്പം ഫസ്റ്റ് ശരിയായില്ല, പിന്നെ രണ്ടാമത്തെ ശരിയായി. അപ്പം അങ്ങനെയൊക്കെ പരുത്തിയെടുത്തതിന് ശേഷം നല്ല ചുട്ടെടുക്കുക. പത്തിരി സാധാ ചുടുന്ന പോലെ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുക. അത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇത് അതുപോലെ ഇരിക്കും കേട്ടോ പത്തിരി. ഇനി ഇതിൻ്റെ കൂടെ നമ്മളിതാ നല്ല വരട്ടിയ പാർട്സും കൂടി കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർട്സിൻ്റെ റെസിപ്പിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഓക്കെ, ബൈ.